ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് റമദാൻ 3-ന്റെ വിശേഷങ്ങളായിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഗായ്സ്, ഉള്ളിയൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു മടിയുള്ള പണിയാണ്, പിന്നെ കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ പത്തിരി പൊടിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നും പത്തിരി ഉണ്ടാക്കണം. പിന്നെ പൂരിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. എന്നാലും എല്ലാവർക്കും അത് പറ്റാത്തതുകൊണ്ട് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാ പൂരി പൊരിക്കാനുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീഫിനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. റവക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വറവ് ചെയ്യാം കേട്ടോ. റവക്കഞ്ഞിയിലേക്ക് വറവൊക്കെ ഇട്ടുകൊണ്ട് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നല്ല പ്രസ്റ്റീജിൻ്റെ 5 ലിറ്ററിൻ്റെ കുക്കർ വാങ്ങിയിട്ടോ ഗായ്സ്. അപ്പോൾ അതിലാണ് ആദ്യമായിട്ട് ഞങ്ങൾ വെക്കുന്നത്. ബീഫ് വരട്ടിയതാണ്. അമ്മ ബീഫ് വരട്ടിയത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ ബീഫ് അവിടെ കുറേ വിസിൽ വന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത് നമ്മൾ ചെറിയൊരു പപ്സ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ വീട്ടിൽ. അപ്പോൾ അതിൻ്റെ മാവ് ഉണ്ടാക്കാണ്. നമ്മൾ എഗ്ഗ് പപ്സ് ഉണ്ടാക്കുന്നത്, പക്ഷേങ്കിൽ നമ്മൾ ഈ ചിക്കനും ഇട്ടിക്കുന്നു കേട്ടോ ഒരു വെറൈറ്റിക്ക്. അവിടെ ഉടച്ച് വെച്ചിരിക്കുന്നു മുട്ട മറിച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഗായ്സ്, മുട്ട മറിച്ചത് നമ്മൾ ഈ കുഞ്ഞി പാത്രത്തിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും തിരിച്ച് മതി എന്ന് പറഞ്ഞിട്ട് പപ്സിലേക്കുള്ള കോഴിമുട്ടാണ് പുഴുങ്ങിയത്. പപ്സിലേക്കുള്ള മൈദ പരത്തുന്നുണ്ട് കേട്ടോ മാവ്. പപ്സിനുള്ള മാവിലേക്ക് മസാല ആക്കി വെച്ച് വെക്കാണ് കേട്ടോ. ഇങ്ങനെയാട്ടോ ഞങ്ങളെ പപ്സ്. മിനി വേർഷനാണ് പപ്സിൻ്റെ. അങ്ങനെ ഞങ്ങൾ മുട്ട മറിച്ചിട്ട് ഇവിടെ റെഡി ആയി ഗായ്സ്. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഉള്ള മാവ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നോമ്പ് തുറന്നിട്ട് തിന്നാൻ നേരത്ത് ആക്കായി അരച്ച് വെച്ചതാട്ടോ. ഇന്ന് സീട്രസിൻ്റെ ജ്യൂസാട്ടോ. എല്ലാവർക്കും സീട്രസിൻ്റെ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇന്ന് സീട്രസിൻ്റെ ജ്യൂസാണ്. അപ്പോൾ അതിനുള്ള കട്ട് ചെയ്യാൻ പോവാണ് ഗായ്സ്. പപ്സ് അപ്പോൾ ഇവിടെ റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ് ഗായ്സ്. നോമ്പ് തുറക്കാനുള്ള ഫ്രൂട്ട്സ് പിന്നെ സീട്രസിൻ്റെ ജ്യൂസ്, ചായ, നല്ല ബീഫ് വരട്ടിയത്, നേരത്തിലുണ്ട്. പിന്നെ പപ്സ്, പിന്നെ പൂരി നല്ല പൊരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തരിക്കഞ്ഞി, പിന്നെ ചായയാണ് ഇതിലുള്ളത്. പിന്നെ നല്ല മുട്ട മറിച്ചത്. അങ്ങനെ ഇതൊക്കെയാണ് നമ്മളന്ന് നോമ്പറക്കാനുള്ള വിഭവങ്ങൾ. അപ്പോൾ കാരയ്ക്ക് ജ്യൂസുമായിട്ട് നമ്മൾ ബാങ്ക് കൊടുക്കാൻ ചുറ്റുകയാണ്. അപ്പോൾ നോമ്പറന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം. രാത്രി ഭക്ഷണം കഴിക്കുകയാണ്. പൂരിയും ബീഫ് വരട്ടിയതും പിന്നെ കാട ഫ്രൈ ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിച്ചിട്ട് വരാം.